നമ്മൾ ഈ കലോത്സവങ്ങളിലൊക്കെ പോകുമ്പോൾ പൊതുവെ ഈ ഗ്ലാമർ കുറഞ്ഞ ഇനങ്ങളായിട്ട് കണക്കാക്കുന്ന സംഭവങ്ങളാണ് ഈ രചനാ മത്സരങ്ങൾ. അതിൽ കാർട്ടൂൺ മത്സരവേദിയിലേക്ക് നമുക്കൊന്ന് പോയി വരാം. അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രതിനിധി അലക്സ് റാം മുഹമ്മദ് ഉണ്ട്. ചിന്താശേഷി കൊണ്ടും സർഗ്ഗവൈഭവം കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒരു കാർട്ടൂൺ രചനാ മത്സരവേദിയിലാണ് പ്രേക്ഷകരെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വേദി 21 കുണ്ടറ ജോണി സ്മൃതിവേദിയിൽ നടക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ കാർട്ടൂൺ രചനാ മത്സരം. ജൂറി അംഗങ്ങളിൽ ഒരാൾ എത്താൻ വൈകിയതിനാൽ മത്സരം ആരംഭിക്കാൻ നിശ്ചയിച്ച സമയവും കഴിഞ്ഞ് 1 മണിക്കൂർ കൂടി കാത്തിരിക്കേണ്ടി വന്നു. ജില്ലകളിൽ നിന്ന് അജയരായി എത്തിയവർക്ക് വിരസത, പിരിമുറുക്കം, അസ്വസ്ഥത. മത്സരം ആരംഭിക്കുന്നു എന്ന സൂചന കിട്ടിയ പാടെ പെൻസിൽ മുനകൾ കൂർപ്പിച്ചൊരു വാമപ്പ്. വിഷയം ബ്രൈബാണ് ബ്രോ അഥവാ കൈക്കൂലിയാണ് ബ്രോ. വലം കൈ വരക്കാരാണ് എല്ലാവരും. ആലോചനയും പുനരാലോചനയും തുടരാലോചനയുമായി വിഷയത്തിലേക്കുള്ള വരവഴിയുടെ പേറ്റുനോവ്. വെള്ളച്ചാർട്ടിൽ വീണതിലൊരു വലങ്കൈ, പക്ഷേ മത്സരവേദിക്ക് പുറത്തായിരുന്നു. കോട്ടയത്തെ പ്രതിനിധീകരിച്ചെത്തിയ കുറുമ്പനാഥം സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്വെൻ ജോണിൻ്റേത്. എത്താൻ അരമണിക്കൂർ വൈകിയ സ്വെൻ ജോണിന് അധികൃതർ അവസരം നിഷേധിച്ചു. +2 വിദ്യാർത്ഥിയായ സ്വെൻ ജോണിന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ആദ്യത്തെയും അവസാനത്തെയും വേദി കണ്ണീരിൻ്റെതായി. മത്സരം പുരോഗമിക്കുന്നു. 12 മണിക്ക് വേദിക്കകത്ത് ആരംഭിച്ച വരയ്ക്കൊപ്പം 1:10 വേദിക്ക് പുറത്ത് സ്വെൻ ജോണും കൂടി. ഒരുപാട് ആഗ്രഹിച്ച വേദി നഷ്ടപ്പെട്ട സ്വെൻ വെള്ളച്ചാർട്ട് വാങ്ങി വേദിക്ക് പുറത്തിരുന്ന് അതേ വിഷയത്തിൽ കാർട്ടൂൺ വരയ്ക്കുകയായിരുന്നു. ആളുകൾ ചുറ്റും കൂടിയിട്ടും അവൻ കുലുങ്ങിയില്ല. എന്നാലും അവൻ ആദ്യമായിട്ട് ഞാൻ കരഞ്ഞു കണ്ടത്, അവനൊരു മത്സരവേദി വന്നിട്ട് ആദ്യമായിട്ട് കരഞ്ഞു കണ്ടത്, അവന് ടേക്ക് പാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നറിഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ എനിക്കും ആ ഒരു സങ്കടം താങ്ങാൻ പറ്റിയില്ല. നമ്മളൊരു വലിയ പ്രതീക്ഷയിലാണ് അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് ഇവിടം വരെ എത്തിയത് തന്നെ. ഒന്നിൽ ലേറ്റായിട്ടാണെങ്കിലും അവർ കയറ്റുമെന്നുള്ളൂ. ഓൾറെഡി ലേറ്റായിട്ടാണ് ഒരു പ്രോഗ്രാം തുടങ്ങിയത്, 1 അവർ ലേറ്റായിട്ട് തുടങ്ങി. അപ്പോഴും നമ്മളൊരു വിതിൻ 15 മിനിറ്റ്സ് ലേറ്റായിട്ട് നമ്മളിവിടെ എത്തിയെങ്കിലും അവർക്ക് ചാൻസ് കൊടുക്കാമായിരുന്നു. സമയം 2 മണി. മത്സരം പൂർത്തിയായി. ബ്രൈവാണ് ബ്രോ എന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്ന്. കുഴപ്പമില്ല, നല്ലോണം ചെയ്തിട്ടുണ്ട്. പേടിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ നടക്കുന്ന സംഭവത്തിനെ പറ്റിയുള്ളൊരു വിഷയമായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ഞാൻ ഒരു ഊട്ടുപുര പോലെയാണ് വരച്ചത്. ഇപ്പോഴത്തെ നേതാക്കന്മാരെയും എല്ലാവരും വെച്ചിട്ട് അഴിമതിയും കൈക്കൂലിയൊക്കെ നടക്കുന്ന ഒരു സംഭവം. ഞാൻ ഈ ടോപ്പിക്ക് അധികം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായില്ല. മര്യാദ കുഴപ്പമില്ല. മത്സരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ വര പൂർത്തിയാക്കിയ 2 മണിക്കു തന്നെ പുറത്തിരുന്ന് അവനും വരച്ചു തീർത്തു 50 മിനിറ്റ് കൊണ്ട്. പ്രോഗ്രാം നോട്ടീസിലെ സമയം തെറ്റായി മനസ്സിലാക്കിയതാണ് സമയം വൈകാൻ കാരണമെന്ന് സ്വെൻ ജോൺ പറയുന്നു. അറിയാതെ പറ്റിപ്പോയത്. ലൈക്ക് ഞാൻ 3 മണിക്കാണെന്ന് വിചാരിച്ചത്. ഞാൻ 3 മണിക്ക് ലേറ്റായിട്ട് ഇറങ്ങി. എൻ്റെ ഭാഗത്തിന് തെറ്റ്. ലാസ്റ്റ് ആൻസർ. ഐ ഫീൽ ഓക്കെ, ദാറ്റ്സ് ഓൾ. മറ്റുള്ളവർ മടങ്ങി. കലങ്ങി മറിഞ്ഞ കണ്ണുമായി അവനും. VS രാഹുലിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 കൊല്ലം. 24 5-ന്റെ വജ്രത്തിളക്കം.